കുതിരാനിലിറങ്ങിയ ഒറ്റയാനെ തുരത്താൻ അടിയന്തര ദൗത്യവുമായി വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ തൃശ്ശൂരിലെത്തിച്ചു. MS ലിഷോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ കുങ്കിയാനകളെ എത്തിച്ച ശേഷം തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? വിശദവിവരങ്ങൾ എന്താണ് ലിഷോയ്? അതായത് ഇനി കുങ്കിയാനകളെ വൈകുന്നേരമായിരിക്കും ഈ മേഖലയിലൊക്കെ തന്നെ നിരീക്ഷണത്തിനായി ഇറക്കുക. ഇന്നലെ രാത്രി ഏകദേശം 3-4 തവണ ഈ കാട്ടാന ഒറ്റയാൻ ഈ കുതിരാൻ ഈ ഇരുമ്പുപാലം മേഖലയിൽ ഇറങ്ങുകയും ഈ ജനവാസ മേഖലയിലൊക്കെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വയനാട്ടിൽ നിന്ന് പുറപ്പെട്ട 2 കുങ്കിയാനകളാണ് ഇന്ന് പുലർച്ചെ ഇവിടെ കുതിരാനിൽ എത്തിയത്. വിക്രം, ഭരത് എന്നീ 2 കുങ്കിയാനകളാണ് നിലവിൽ കുതിരാനിൽ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കുങ്കിയാനകൾ ഇപ്പോൾ വന്നതിന് ശേഷം വിശ്രമത്തിലായിരിക്കും. വൈകുന്നേരമായിരിക്കും ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുക. ആദ്യഘട്ടം എന്നോണം ആനകളെ വാഴാനി ഭാഗത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതായത് ഈ ഒറ്റയാനാണ് അവിടെ ഏറ്റവും പ്രശ്നം. മറ്റ് ആനകളും അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അവിടെ ഒരു ഒറ്റയാൻ ഇറങ്ങുന്നുണ്ട്. ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു വനം വകുപ്പ് വാച്ചർക്ക് നേരെയും വനം വകുപ്പിൻ്റെ 2 ഉദ്യോഗസ്ഥർ അവിടെ ആനയെ തുരത്താനെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഉദ്യോഗസ്ഥർക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ഈ വനം വകുപ്പിൻ്റെ ഒരു ജീപ്പും തകർക്കുകയുണ്ടായി. ഇതിനൊക്കെ ശേഷം വനമന്ത്രി നേരിട്ട് അവിടേക്ക് എത്തുകയും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അതായത് ഈ ആനയെ, ഒറ്റയാനെ, അക്രമകാരിയായി നിൽക്കുന്ന ഈ ഒറ്റയാനെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് അന്ന് നൽകിയത്. ആ ഉറപ്പിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 2 കുങ്കിയാനകൾ എത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഈ കുങ്കിയാനകൾ ഈ പ്രദേശങ്ങൾ വൈകുന്നേരവും രാവിലെയുമാണ് ഈ ഒറ്റയാൻ ഇവിടെ കൂടുതലായി ഇറങ്ങുന്നത്. അപ്പോൾ വൈകുന്നേരം ഈ ഒറ്റയാനെ തുരത്തുന്നതിന് വേണ്ടി ഈ മേഖലയിലൊക്കെ തന്നെ കുങ്കിയാനകളുടെ സാന്നിധ്യമുണ്ടാകും. അഥവാ ഇനിയിപ്പോൾ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് തുരത്താനായി കഴിഞ്ഞില്ല എങ്കിൽ മാത്രമായിരിക്കും മയക്കുവെടി വെച്ച് ആനയെ മാറ്റുന്ന നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുക. പക്ഷേ അത് ആവശ്യം വരില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉള്ളത്. ഈ ആനകളെ വനപ്രദേശത്തിനകത്തേക്ക് കയറ്റിയതിന് ശേഷം അവിടെ ഫെൻസിങ് ശക്തമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കാട് കയറ്റുക എന്നുള്ളതാണ് ആനയെ ചെയ്യുന്നത്. ആ വാഴാനി വനമേഖലയിലേക്ക് ആനയെ കയറ്റുകയാണ് ആദ്യമായി ഉദ്ദേശിക്കുന്നത്. എന്തായാലും അങ്ങനെ കയറ്റുകയാണെങ്കിലും ഒരു സ്ഥിരമായൊരു പരിഹാരമാകാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ ഫെൻസിങ് സംവിധാനം ശക്തമാക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥിരമായ സംവിധാനം ആകും. ഈ പഴയ കുതിരാൻ റോഡ് തുറന്നിടണം എന്നുള്ളൊരു ആവശ്യവും അവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിരവധി ചർച്ചകളൊക്കെ തന്നെ ആവശ്യമാണ്. അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം ആനകളെ കാട് കയറ്റുക, ഈ അക്രമകാരിയായ ഒറ്റയാനെ കാട് കയറ്റുക എന്നുള്ളതാണ്. അതാണ് ഇന്നിപ്പോൾ നടക്കുന്ന ദൗത്യം. ശരി ലിഷോയ്, ഏതായാലും ഈ അക്രമകാരിയായ ഒറ്റയാനെ കാട് കയറ്റുക എന്ന ദൗത്യമാണ്. അതിനായി കുങ്കിയാനകളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ഫെൻസിങ് എല്ലാ സ്ഥലങ്ങളിലും, വൈദ്യുത വേലി എല്ലാ സ്ഥലങ്ങളിലും വളരെ കൃത്യമായി ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ആ മേഖലയിൽ താമസിക്കുന്നവർ പറയുന്നു. ഏതായാലും എല്ലാ തരം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടട്ടെ.